നമസ്കാരം. ബംഗാൾ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ബിജെപിയുടെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ പരാജയം സമ്മതിച്ച് മമതാ ബാനർജി. സുവേന്ദു അധികാരി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതോടെ തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് മമത തോൽവി പരസ്യമായി അംഗീകരിച്ചിരിക്കുന്നത്. എക്സിലെ തന്റെ ഔദ്യോഗിക ബയോയിൽ നിന്നും ബംഗാൾ മുഖ്യമന്ത്രി എന്ന പദവി മമത നീക്കം ചെയ്തു. പകരം തൃണമൂൽ കോൺഗ്രസ് സ്ഥാപക എന്നാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15, 16, 17 നിയമസഭകളിൽ മുഖ്യമന്ത്രിയായിരുന്നു എന്ന വിവരവും പ്രൊഫൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പദവി ഒഴിഞ്ഞവർ മുൻ മുഖ്യമന്ത്രി എന്ന് ചേർക്കാറുണ്ട് എങ്കിലും മമത അത് ഒഴിവാക്കി എന്നത് ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ആദ്യഘട്ടത്തിൽ പരാജയം അംഗീകരിക്കാൻ മമത തയ്യാറായിരുന്നില്ല. കേന്ദ്ര ഏജൻസികളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ തോറ്റിട്ടില്ല, ഞങ്ങൾ പോരാടുമെന്ന നിലപാടിലായിരുന്നു അവർ. എന്നാൽ ഗവർണർ നിയമസഭ പിരിച്ചുവിടുകയും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തതോടെ മമതയ്ക്ക് പരാജയം പൂർണ്ണമായും സമ്മതിക്കേണ്ടി വന്നു. ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടം ചുവപ്പിൽ നിന്ന് പച്ചയിലേക്കും ഇപ്പോൾ ഇതാ ശക്തമായ കാവിയിലേക്കും മാറിയിരിക്കുകയാണ്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബിജെപി നേടിയ ഈ വിജയം കേവലം ഒരു ഭരണമാറ്റമല്ല, അഴിമതിക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരെ ബംഗാൾ ജനത നൽകിയ ശക്തമായ വിധിയെഴുത്താണ്. ഒരു കാലത്ത് മമതയുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു അധികാരി തൃണമൂലിന്റെ കോട്ടകൾ ഒന്നൊന്നായി തകർത്താണ് ബിജെപി അധികാരത്തിലെത്തിച്ചത്. നന്ദിഗ്രാമിൽ തുടങ്ങിയ പോരാട്ടം ഇന്ന് കൊൽക്കത്തയിലെ ഭരണസിംഹാസനം വരെ എത്തി നിൽക്കുന്നു. സാധാരണക്കാരായ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും വികസന മുദ്രാവാക്യങ്ങളും ജനങ്ങളെ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് ഈ വിജയം. തൃണമൂൽ ഭരണകാലത്ത് ഉയർന്നു വന്ന നിരവധി അഴിമതി ആരോപണങ്ങൾ ജനങ്ങളിൽ വലിയ അമർഷമുണ്ടാക്കിയിരുന്നു. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ തൃണമൂൽ പ്രവർത്തകർ അഴിച്ചുവിട്ട ആക്രമണങ്ങൾ ബംഗാളിലെ സമാധാനപ്രിയരായ ജനങ്ങളെ ബിജെപിയിലേക്ക് അടുപ്പിച്ചു. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രത്യേക വിഭാഗത്തോടുള്ള പ്രീണനം ഭൂരിപക്ഷ സമൂഹത്തിനിടയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിരുന്നു. വ്യവസായങ്ങളുടെ അഭാവം മൂലം തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന ബംഗാളി യുവാക്കൾക്ക് പുതിയ സർക്കാർ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നതോടെ ബംഗാൾ പുതിയൊരു വികസന പാതയിലേക്ക് കുതിക്കുമെന്നതും ഉറപ്പാണ്. മമതാ ബാനർജി തന്റെ പ്രൊഫൈലിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി എന്ന പദവി പോലും ഒഴിവാക്കിയത് അവരുടെ രാഷ്ട്രീയ നിരാശയുടെ ആഴം വ്യക്തമാക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാപക എന്ന പദവിയിലേക്ക് ഒതുങ്ങിക്കൂടാനുള്ള അവരുടെ തീരുമാനം പാർട്ടിയിൽ അവർക്കുള്ള പിടി അയയുന്നതിന്റെ സൂചനയായും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. ബംഗാൾ നിയമസഭയുടെ ചരിത്രത്തിൽ 15, 16, 17 സഭകളിൽ മുഖ്യമന്ത്രിയായിരുന്ന മമതയ്ക്ക് 18ാം സഭയിൽ പ്രതിപക്ഷ നിരയിലേക്ക് മാറേണ്ടി വന്നിരിക്കുന്നു. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി സർക്കാർ ബംഗാളിനെ ഭയരഹിതവും വികസനപൂർണവുമായ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുമെന്നാണ് ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷ. ജയ് ശ്രീറാം വിളികളാൽ മുഖരിതമായ ബംഗാളിന്റെ തെരുവുകൾ മാറ്റത്തിന്റെ പുതിയ ഗാഥകളാണ് പാടുന്നത്. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അക്രമം ഒരു നിത്യസംഭവമായി മാറിയ ദശകങ്ങളാണ് മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ കടന്നുപോയത്. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പ്രതിപക്ഷ പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിടുന്ന തൃണമൂൽ ഗുണ്ടകളുടെ നരനാരായിട്ട് ജനാധിപത്യ വിശ്വാസികളെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയത്. കേന്ദ്ര പദ്ധതികൾക്ക് സംസ്ഥാനത്ത് തടസ്സം നിൽക്കുന്നതും ദേശീയ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന രീതിയിൽ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിന് മൗനാനുവാദം നൽകുന്നതും മമതയുടെ പതിവ് ശൈലിയായിരുന്നു. എന്നാൽ ഈ അനീതികൾക്കെല്ലാം ബംഗാളിന്റെ മണ്ണ് ഇക്കുറി കണക്ക് ചോദിച്ചിരിക്കുകയാണ്. ഗ്രാമാന്തരീക്ഷങ്ങളിൽ മാറ്റത്തിന്റെ കാറ്റ് വീശിയപ്പോൾ തകർന്നു വീണത് തൃണമൂലിന്റെ അഹങ്കാര കോട്ടകളാണ്. മമതയില്ലെങ്കിൽ ബംഗാളില്ല എന്ന പ്രചാരണത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സമാധാനവും വികസനവും ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറ ബിജെപിക്കൊപ്പം അണിനിരന്നത് ദീദിയുടെ രാഷ്ട്രീയ അന്ത്യത്തിന്റെ തുടക്കമായി വേണം കാണാൻ. സ്വന്തം ബയോയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി എന്ന പദവി പോലും നീക്കം ചെയ്യേണ്ടി വന്നത് ആ ജനവിധിയെ ഭയന്നുകൊണ്ടാണ്. സുവേന്ദു അധികാരി എന്ന ജനകീയ നേതാവ് ബിജെപി പാളയത്തിലെത്തിയത് ബംഗാൾ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. തൃണമൂലിന്റെ അടവ് നയങ്ങളെയും അക്രമ രാഷ്ട്രീയത്തെയും അതേ നാണയത്തിൽ നേരിടാൻ കരുത്തുള്ള ഒരു നേതൃത്വം ബിജെപിക്ക് ലഭിച്ചതോടെ ബംഗാൾ ജനതയ്ക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു. വടക്കൻ ബംഗാളിലെ ചായത്തോട്ടങ്ങൾ മുതൽ തെക്കൻ ബംഗാളിലെ സുന്ദർബൻ കാടുകൾ വരെ കാവി തരംഗം ആഞ്ഞടിച്ചപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച വികസിത ബംഗാൾ എന്ന സ്വപ്നം ഓരോ സാധാരണക്കാരന്റെ ഹൃദയത്തിൽ തൊട്ടു. ദേശീയതയും സനാതനധർമ്മത്തെയും അപമാനിക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ കനത്ത പ്രഹരമാണിത്. പ്രീണന രാഷ്ട്രീയത്തിലൂടെ അധികാരം നിലനിർത്താമെന്ന വ്യാമോഹം ഇനി ബംഗാളിൽ നടപ്പില്ലെന്ന് ഈ ജനവിധി തെളിയിക്കുന്നു. സുവേന്ദു അധികാരിയുടെ കീഴിൽ വരാനിരിക്കുന്ന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഓരോ പാവപ്പെട്ടവന്റെയും വീട്ടുമുറ്റത്ത് എത്തിക്കുമെന്നും ബംഗാളിനെ വീണ്ടും ഇന്ത്യയുടെ സാംസ്കാരിക സാമ്പത്തിക തലസ്ഥാനമായി മാറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇന്ന് ബംഗാളിലെ ഓരോ പൗരനും. പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ തനിക്ക് പകരക്കാരില്ലെന്ന മമതാ ബാനർജിയുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഭരണഘടനയും ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തി ഒരു പ്രവിശ്യയിലെ രാജ്ഞിയെപ്പോലെ പെരുമാറിയിരുന്ന ദീദിക്ക് ജനങ്ങൾ നൽകിയ മറുപടി അക്ഷരാർത്ഥത്തിൽ അവരെ തളർത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും എപ്പോഴും ഏറ്റുമുട്ടൽ നയം സ്വീകരിക്കുകയും ദേശീയ താൽപര്യങ്ങളെക്കാൾ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് മുൻഗണന നൽകുകയും ചെയ്ത മമതയുടെ തകർച്ച അനിവാര്യമായിരുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച തന്റെ മരുമകനെയും
പാർട്ടിക്കാരെയും സംരക്ഷിക്കാൻ ബംഗാളിലെ നീതിന്യായ വ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ച മമത ഇന്ന് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ എക്സിലെ പ്രൊഫൈൽ മാറ്റി ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. സാധാരണക്കാർക്ക് ലഭിക്കേണ്ട കേന്ദ്ര പദ്ധതികൾ ബംഗാളിൽ തടഞ്ഞുവെച്ചും സിൻഡിക്കേറ്റ് രാജിലൂടെ ജനങ്ങളെ കൊള്ളയടിച്ചും അവർ കെട്ടിപ്പൊക്കിയ തൃണമൂൽ സാമ്രാജ്യം ഇന്ന് ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുന്നു. മമതയുടെ രാഷ്ട്രീയ അന്ത്യം വെറുമൊരു അധികാര നഷ്ടത്തിൽ മാത്രം ഒതുങ്ങില്ലെന്ന വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതുവരെ കാട്ടിയ ധിക്കാരത്തിനും ജനങ്ങളെ കൊള്ളയടിച്ചതിനും നിയമത്തിനു മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന തിരിച്ചറിവ് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. തൃണമൂൽ നേതാക്കൾ ഓരോരുത്തരായി അഴിമതി കേസുകളിൽ കുടുങ്ങി അഴിക്കുള്ളിലായപ്പോൾ അതിന്റെ അവസാന കണ്ണി തന്നിലേക്ക് തന്നെ എത്തുമെന്ന് മമത ഭയപ്പെടുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ജയിൽവാസം അനിവാര്യമാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഭയമാണ് അവരെ ഇപ്പോൾ പൊതുവേദികളിൽ നിന്ന് അകറ്റുന്നതും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ മാറ്റം വരുത്തി ഒതുങ്ങിക്കൂടാൻ പ്രേരിപ്പിക്കുന്നതും. നിയമത്തിന്റെ നീണ്ട കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി യാതൊരു പഴുതുമില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഒരു കാലത്ത് ബംഗാളിനെ വിറപ്പിച്ച സിംഹമായി ചമഞ്ഞവർ ഇന്ന് നിഴലിനെ പോലും പേടിച്ച് കഴിയുകയാണ്. പാപക്കറ പുരണ്ട കൈകളുമായി ഇനി അധികകാലം അവർക്ക് ജനമധ്യത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല. മമതയുടെ അടുത്ത താവളം ഇനി ജയിലറകളായിരിക്കുമെന്നത് ബംഗാൾ ജനത ഒന്നടങ്കം ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. തോൽവി സമ്മതിക്കാൻ മടിച്ച അവസാന നിമിഷം വരെ ഇലക്ഷൻ കമ്മീഷനെയും കേന്ദ്ര ഏജൻസികളെയും പഴിച്ചത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് വെളിപ്പെടുത്തിയത്. ജയ് ശ്രീറാം വിളികൾ കേൾക്കുമ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങി ജനങ്ങളെ നേരിടാൻ ചെന്ന ആ പഴയ ധിക്കാരം ഇന്ന് എങ്ങോ പോയി മറഞ്ഞു. ബംഗാളിന്റെ സാംസ്കാരിക പൈതൃകത്തെ തകർത്ത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ബാങ്കിനായി പ്രീണന രാഷ്ട്രീയം കളിച്ച മമതയ്ക്കിനി ബംഗാൾ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായ ഒരിടം മാത്രമേ ഉണ്ടാകൂ. BJPയുടെ പടയോട്ടം ദീദിയുടെ ഏകാധിപത്യ ഭരണത്തിന് മേലെ ജനങ്ങൾ ആണിയിട്ട ശവപ്പെട്ടിയാണ്. ഇനി ബംഗാൾ ശ്വസിക്കുന്നത് വികസനത്തിന്റെയും ദേശീയതയുടെയും ശുദ്ധവായുവായിരിക്കും. ബംഗാളിന്റെ രാഷ്ട്രീയ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് ഒരു ഏകാധിപത്യ ഭരണകൂടത്തിന് മുകളിലാണ്. എന്നാൽ ഉദിച്ചുയർന്നത് വികസനത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പുതിയൊരു പ്രഭാതത്തിലേക്കാണ്. താൻ കെട്ടിപ്പൊക്കിയ അധികാരഗർവ് ജനവിധിക്ക് മുന്നിൽ തകർന്നടിഞ്ഞത് തിരിച്ചറിഞ്ഞ മമതാ ബാനർജിക്ക് ഇനി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടിലായിരിക്കും സ്ഥാനം. സുവേന്ദു അധികാരിയുടെ കരുത്തുറ്റ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരമേൽക്കുമ്പോൾ അത് ബംഗാളിലെ ഓരോ സാധാരണക്കാരന്റെ വിജയമാണ്. അഴിമതിയും ആക്രമവും പ്രീണനവും ഇല്ലാത്ത ഒരു സുവർണ ബംഗാളിനായുള്ള കാത്തിരിപ്പ് ഇവിടെ തുടക്കമാവുകയാണ്. ഭാരതാംബയുടെ കീർത്തനങ്ങൾ ബംഗാളിന്റെ തെരുവുകളിൽ ഇനി ഉച്ചത്തിൽ മുഴങ്ങും. വഞ്ചിക്കപ്പെട്ട ജനതയുടെ മധുര പ്രതികാരമായി ഈ മാറ്റം വരും ദശകങ്ങളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ നിർണായകമായി മാറും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിന്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.